എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അവൽ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ഒരു അവലുണ്ട തയ്യാറാക്കി എടുക്കാം. ഈ ഒരു അവലുണ്ട ഒരുപാട് നാൾ കേടാക്കാതെ ഇരിക്കും. ആ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് വെള്ള കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. വെള്ള കളറിലുള്ളതോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അവൽ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ടില്ല, ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വറുത്തെടുത്താലും മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരുപാട് കൂടിപ്പോകരുത്. ഇത് കരിഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഒരു അവലിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇപ്പം നമ്മുടെ അവൽ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 1 കപ്പ് ശർക്കര ചീകിയത് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. പാനിയാക്കി എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ അവലുണ്ട നമുക്ക് നന്നായിട്ട് പിടിക്കാനും അതുപോലെ തന്നെ അത് കുറച്ച് നാൾ കേടാകാതിരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കരയും പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ തിരികിയത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ തേങ്ങ ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട, പക്ഷേ ഇതിൽ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ ഈ ഒരു അവലുണ്ട കുറച്ച് കഴിയുമ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്ത് കുറഞ്ഞ തീയിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങ ഇടുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അവലുണ്ടയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അരിയുണ്ടയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ അവലുണ്ട ആക്കുന്നത് നോക്കാം. അപ്പോൾ ഈ അവലിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചൂട് മാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ ഒക്കെ മൂർച്ച പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അവലുണ്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ അവലുണ്ട ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പൊടി ഒരു പാത്രത്തിലിട്ട് കൊടുത്തു. അതിലേക്ക് തേങ്ങ വറുത്തത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും അതും കൂടി ഇട്ട് കൊടുക്കുക. ആ നെയ്യോട് കൂടി തന്നെ ഒഴിക്കുക. ഇച്ചിരി നെയ്യ് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കശുവണ്ടിക്ക് പകരം നിങ്ങൾക്ക് കപ്പലണ്ടിയൊക്കെ എടുക്കാവുന്നതാണ് ഇതിലേക്ക്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ ഈ ശർക്കര പാനി വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശർക്കര പാനി ചെറിയ ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ആദ്യം ഒഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് ലൂസായിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നോക്കാം. നല്ല ചൂടുണ്ടാവും, അപ്പോൾ അത് സൂക്ഷിച്ച് മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 1/4 കപ്പ് ശർക്കര പാനി എനിക്ക് അവസാനം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും പിന്നീട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇതിപ്പം ഉണ്ട പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള ഉണ്ടകളാക്കിയിട്ട് നമുക്കെടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ടിയാകും. അതുപോലെ തന്നെ ഇത് കുറച്ചധികം നാൾ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ നമുക്ക് പുറത്തേക്ക് കൊടുത്തു വിടാനാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി മാറ്റി വെക്കാൻ പറ്റും. അതുപോലെ ഈർപ്പമില്ലാത്ത കുപ്പികളിലാക്കി അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഈ ഒരു പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്